കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദീപാവലിയുടെ ഐതിഹ്യവും ദീപാവലിയുമായി ബന്ധപ്പെട്ട മഹാവിഷ്ണുവിൻ്റെ, അതായത് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ദീപാവലി ആഘോഷത്തിന് പിന്നിൽ ദീപങ്ങളുടെ നിര എന്നർത്ഥമുള്ള സംസ്കൃത പദത്തിൽ നിന്നാണ് ദീപാവലി എന്ന വാക്ക് ഉത്ഭവിച്ചത്. അതിനാൽ ആളുകൾ അവരുടെ വീട് പ്രകാശിപ്പിക്കുന്നതിന് വിളക്കുകൾ തെളിയിക്കുന്നു. സ്കന്ദപുരാണമനുസരിച്ച് മൺചിരാതുകൾ സൂര്യനെയാണ് പ്രതീകപ്പെടുത്തുന്നത്. ഇത് പ്രകാശത്തിൻ്റെയും ഊർജത്തിൻ്റെയും പ്രപഞ്ചദാതാവായി കണക്കാക്കുന്നു. ദീപാവലിയുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മഹാപ്രഭുവിൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രൻ 14 വർഷത്തെ വനവാസത്തിനു ശേഷം സീതാദേവിയും ലക്ഷ്മണനും ഹനുമാനുമൊപ്പം അയോധ്യയിലേക്ക് മടങ്ങിയെത്തിയ ദിവസമാണ് ദീപാവലി എന്ന ഒരു ഐതിഹ്യമുണ്ട്. തുലാമാസത്തിലെ കറുത്തപക്ഷ ചതുർദശിയിലായിരുന്നു ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ തിരിച്ചുവരവ്. അയോധ്യയിലെ ജനങ്ങൾ അദ്ദേഹത്തെ വരവേൽക്കാനായി തെരുവുകൾ മുഴുവനും മൺവിളക്കുകൾ കത്തിച്ച് വഴി തെളിച്ചു. ആ ഓർമ്മ പുതുക്കലിൻ്റെ ദിനമായാണ് ദീപാവലി കൊണ്ടാടുന്നതെന്നാണ് ഒരു വിശ്വാസം. സീതാദേവി ലക്ഷ്മി ദേവിയുടെ അവതാരമാണല്ലോ. അതിനാൽ ദീപാവലി ദിവസം ലക്ഷ്മി പൂജയ്ക്ക് അതിപ്രാധാന്യമുണ്ട്. സമ്പത്തിൻ്റെ ദേവിയാണ് ലക്ഷ്മി ദേവി. ദീപാവലി വേളയിൽ ഏറ്റവും അധികം ആരാധിക്കുന്ന ദൈവവുമാണ് ലക്ഷ്മി ദേവി. ദീപാവലി നാളിലാണ് ലക്ഷ്മി ദേവി സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവതാരമെടുത്തതെന്ന് പറയപ്പെടുന്നു. പാലാഴി മദനം എല്ലാവരും ഓർക്കുമല്ലോ. കാർത്തിക മാസത്തിലെ അമാവാസി ദിനത്തിലായിരുന്നു അത്. അതേ രാത്രിയിലാണ് ദേവി മഹാവിഷ്ണുവിനെ വിവാഹം കഴിച്ചത്. ഈ സംഭവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകളായി വിളക്കുകൾ കത്തിച്ച് ആഘോഷിച്ചു. അതിനാൽ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ദീപാവലി ഉത്സവവേളയിൽ വിളക്കുകളും മൺചിരാതുകളും മറ്റും കത്തിക്കുന്ന പാരമ്പര്യം ഉടലെടുത്തുവെന്ന് ഒരു ഐതിഹ്യം പറയപ്പെടുന്നു. ലക്ഷ്മി ദേവിയോടൊപ്പം ഗണപതി ഭഗവാനെ പുതിയ തുടക്കത്തിൻ്റെ പ്രതീകമായി സ്മരിക്കുകയും ദീപാവലി ദിനത്തിൽ ആരാധിക്കുകയും ചെയ്യുന്നു. ദീപാവലിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു കഥ കൂടി കേൾക്കാം. ഈ കഥ നടന്നത് ദ്വാപരയുഗത്തിലാണ്. ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് ഭൂമിയിലുണ്ടായിരുന്ന അസുരനാണ് ഭൂമിദേവിയുടെ മകനായ ഭൗമാസുരൻ എന്ന നരകാസുരൻ. അതിശക്തനായ നരകാസുരൻ ഒരിക്കൽ ദേവേന്ദ്രൻ്റെ അമ്മ അദിതിയുടെ കുണ്ഡലങ്ങളും കൂടെയും തട്ടിയെടുത്തു. ദേവേന്ദ്രൻ ശ്രീകൃഷ്ണനെ അഭയം പ്രാപിച്ചു. ദ്വാരകയിൽ വന്ന നാരദമുനി ശ്രീകൃഷ്ണ ഭഗവാനോട് ഒരു പാരിജാത പുഷ്പം സമർപ്പിച്ചു. ഇത് സ്വർഗത്തു നിന്ന് കിട്ടിയതാണെന്ന് പറയുകയും ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാൻ പാരിജാതം രുക്മിണി ദേവിക്ക് നൽകി. ഇത് കണ്ടുനിന്ന ഭാമാദേവിക്ക് സങ്കടമായി. ഈ അവസരത്തിലാണ് ദേവേന്ദ്രൻ ഭൗമാസുരനെ വധിച്ച് ദ്രോഹങ്ങൾ ഒഴിവാക്കണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനോട് അപേക്ഷിച്ചത്. അത് കഴിഞ്ഞാൽ ഇന്ദ്രപുരിയിൽ നിന്നും എത്ര പാരിജാത മരങ്ങൾ വേണമെങ്കിലും പിഴുതെടുക്കാമെന്നും ഭഗവാന് വാക്കു നൽകി. നരകാസുരനാകട്ടെ പല രാജാക്കന്മാരെയും കീഴടക്കി സുന്ദരിമാരായ 16,100 യുവതികളെ തടവിലാക്കുകയും ചെയ്തിരുന്നു. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച് എല്ലാ യുവതികളെയും മോചിപ്പിച്ചു. ഒരേ മുഹൂർത്തത്തിൽ അനേക കൃഷ്ണന്മാരായി മാറി അവരെയെല്ലാം വിവാഹം കഴിക്കുകയും അവർക്ക് പാരിജാത പുഷ്പം കൊടുക്കാനായി ഇന്ദ്രപുരിയിലേക്ക് പോവുകയും ചെയ്തു. കാര്യസാധ്യം നടന്നതുകൊണ്ട് ഇന്ദ്രൻ പാരിജാത പുഷ്പം കൊടുത്തില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ പൂ പറിച്ചെടുത്തത് കണ്ട് ദേവസൈന്യം യുദ്ധത്തിന് വന്നു. ഒരു നിമിഷം കൊണ്ട് ദേവസൈന്യത്തെ ശ്രീകൃഷ്ണ ഭഗവാൻ തോൽപ്പിച്ചു. ദേവഗുരുവായ ബൃഹസ്പതി ശ്രീകൃഷ്ണ ഭഗവാന് പാരിജാതം നൽകാൻ ദേവേന്ദ്രനെ ഉപദേശിച്ചു. അങ്ങനെ പാരിജാതവുമായി ശ്രീകൃഷ്ണ ഭഗവാൻ തിരിച്ചു വന്ന ദിവസവും നവവധുക്കൾ അടക്കമുള്ള ജനങ്ങൾ ദീപങ്ങൾ കൊളുത്തി ഭഗവാനെ എതിരേറ്റു. അങ്ങനെ അത് ദീപാവലി ദിവസമായി മാറിയെന്നും ഒരു ഐതിഹ്യമുണ്ട്. നരകാസുരവധം കിഴക്കേ ഇന്ത്യയിലെ ആളുകൾ ദീപാവലിയെ ദുർഗാദേവിയുമായും അവരുടെ കാളി അവതാരവുമായും ബന്ധപ്പെടുത്തുന്നു. ബംഗാളിൽ ദീപാവലി ആഘോഷം കാളി പൂജാ ചടങ്ങുകളോടെയാണ് നടത്തുന്നത്. അതേസമയം ഉത്തരേന്ത്യയിലെ ബ്രജ് പ്രദേശത്തുള്ള ആളുകൾ ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ വധിച്ച ദിവസമാണ് ദീപാവലി എന്ന് വിശ്വസിച്ച് ദീപാവലി ആഘോഷിക്കുന്നു. എന്തായാലും ദീപാവലി ദീപത്തിൻ്റെ പ്രഭ ചൊരിയുന്ന നാളുകളാണ് നമുക്ക് നൽകുന്നത്. മരണത്തിനുമേൽ ഇച്ഛാശക്തി നേടുന്ന വിജയത്തിൻ്റെ ദിനമായാണ് ഈ ദിനം ആഘോഷിക്കുന്നത്.
നരകാസുരവധവുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ ഒരു വിശ്വാസമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരവധം കഴിഞ്ഞ് അതിരാവിലെ വീട്ടിലെത്തി ശരീരം വൃത്തിയാക്കി. ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചോട്ടി ദീപാവലി ദിനത്തിൽ സൂര്യൻ ഉദിക്കും മുമ്പ് അവിടുത്തെ ജനങ്ങൾ കുളിക്കുന്ന ഒരു ആചാരം ഉത്തരേന്ത്യയിലുണ്ട്. അങ്ങനെ ദീപത്തിൻ്റെ ആഘോഷമായ ദീപാവലി മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നിറഞ്ഞ ദിനങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.